നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 1080th day. Today 29th sloka of Pradhama Skandam, 14th chapter. For details, please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 1080ാം ദിവസം. പ്രഥമസ്കന്ധത്തിലെ 14ാമത്തെ അധ്യായത്തിലെ 29ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 14ാമത്തെ അധ്യായത്തിലെ 29ാമത്തെ ശ്ലോകം. കച്ചിദ്രാഹുകോ ജീവത് തത്പുത്രോസ്യശ്ചാനുജ ഹൃദീകസസുതോ ക്രൂരോ ജയന്തഗദസാരണാഃ. ഓം തത്സത്. കച്ചിദ്രാജാഹുഗോ ജീവസ്തത്പുത്രോസ്യ ജാനുജ ഹൃദീകസസുതോ ക്രൂരോ ജയന്തഗദസാരണാഃ. ഓം തത്സത്. പദം പിരിക്കേണ്ടത് കച്ചിത്, ആഹുകോ ജീവ തത്പുത്രോ അസ്യ ചാനുജ ഹൃദീക സസുതോ അക്രൂരോ ജയന്ത ഗദസാരണ. കച്ചിത് ആഹൂക ജീവതി അസത് പുത്രോ അസ്യ. ഇങ്ങനെയാണ് ഇവിടെ വരിക. കച്ചിത് ആഹുക ജീവതി അസത് പുത്ര അസ്യ ചാനുജ ഹൃദീക സസുതോ അക്രൂരോ ജയന്ത ഗദസാരണ. അതായത് അസത്തായ മോശമായ പുത്രനുണ്ടായിരുന്ന ആഹുക ഉഗ്രസേനൻ ജീവതി കശ്ചിത് ജീവിച്ചിരിക്കുന്നുവോ. അസ്യ ച അനുജ പുത്രോസ്യ ചാനുജ എന്നുള്ളത് അസ്യ ച അനുജ അവൻ്റെ അനുജനും സസുത ഹൃദീക പുത്രസഹിതനായ ഹൃദീകനും അക്രൂരനും ജയന്ത ഗദസാരണ ജയന്തൻ ഗദൻ സാരണൻ ഇവരും ഒക്കെ സുഖമായിരിക്കുന്നുവോ. അതായത് വീണ്ടും ധർമ്മപുത്രർ തൻ്റെ അനുജനോട് ചോദിക്കുകയാണ്, അസത്തായ കംസൻ്റെ പിതാവായ ഉഗ്രസേനൻ ജീവിച്ചിരിക്കുന്നുവോ. അവൻ്റെ അനുജനായ ദേവകനും ഹൃദീകനും അവൻ്റെ പുത്രനായ കൃതവർമാവും അക്രൂരൻ ജയന്തൻ ഗദൻ സാരണൻ മുതലായവരും സൗഖ്യത്തോടെ ഇരിക്കുന്നുവോ എന്ന് വീണ്ടും ചോദിക്കുകയാണ്. ദ്വാരകയിലുള്ള ഓരോരുത്തരെയും എടുത്തെടുത്ത് ചോദിക്കുകയാണ് ധർമ്മപുത്രർ, എല്ലാവരും സുഖമായിട്ടുണ്ടോ എന്ന്. ശ്ലോകം ഒരിക്കൽ കൂടി. കച്ചിദ്രാജാഹുകോ ജീവസ്തത്പുത്രോസ്യ ജാനുജ ഹൃദീകസസുതോ ക്രൂരോ ജയന്തഗദസാരണാഃ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്ക് സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.